ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചങ്ങായി വ്ളോഗിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് മലയാളം യൂണിറ്റ് 1 കനകച്ചിലങ്ക. കനകച്ചിലങ്ക എന്ന ആ പേജ് നിങ്ങൾ നോക്കൂ. ഒരു ഉത്സവം പോലെയാണ് കാണുന്നത് അല്ലേ? എൻ്റെ മലയാളം എന്നെഴുതിയിട്ട് ഭാഷാദിനം ആചരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ മലയാളം. അപ്പോൾ അവിടെ നമുക്ക് 2 വരി കവിത തന്നിട്ടുണ്ട്. PT ഭാസ്കര പണിക്കർ എഴുതിയ 2 വരിയാണ്. PT ഭാസ്കര പണിക്കരെ നിങ്ങൾക്കറിയില്ലേ? വായനാ ദിനം നിങ്ങൾ കഴിഞ്ഞ വർഷവും ജൂൺ 19 വായനാ ദിനം ആചരിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് PT ഭാസ്കര പണിക്കരെ എന്തായാലും അറിയണ്ടാവും. അദ്ദേഹം എഴുതിയ ഈ 2 വരികൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ. നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ചൊല്ലിത്തരുന്നത് ഏത് ഭാഷയാണ്? മലയാളം അല്ലേ? മലയാള ഭാഷ നമുക്ക് അമ്മയെപ്പോലെയാണ്. അമ്മയെപ്പോലെ മലയാള ഭാഷയെ സ്നേഹിക്കണം. ഓക്കെ. അടുത്തത് വാതിൽ എന്ന പേജ് നോക്കൂ. കാക്കിരി പൂക്കിരി എന്നൊരു കവിത ഉണ്ട് ഇവിടെ. കാക്കിരി പൂക്കിരി. നമുക്ക് ആ കവിത ഒന്ന് ചൊല്ലി നോക്കിയാലോ? കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേന്തുള്ളികളി നാവിനു സമ്മാനം. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേന്തുള്ളികളി നാവിനു സമ്മാനം. കാക്കിരി പൂക്കിരി എന്നിട്ടുള്ള ഈ കവിത താളമിട്ട് പാടണം. കാക്കിരി പൂക്കിരി കവിത താളമിടുമ്പോൾ ഒരു വരിയിൽ 4 അടി താളമിട്ട് തന്നെ പാടണം. എങ്ങനെയാണെന്ന് നോക്കാം. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പ് കുലുക്കുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേന്തുള്ളികളി നാവിനു സമ്മാനം. എങ്ങനെയുണ്ട്? എന്താണ് ഈ കാക്കിരി പൂക്കിരി? കാക്കിരി പൂക്കിരി എന്ന ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. നമ്മൾ ഓരോ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, എത്താ കൊമ്പത്ത് എന്നാണ് പിന്നത്തെ വാക്ക്. അപ്പോൾ വലിയൊരു മാവാവും അത് അല്ലേ? അപ്പോൾ കാക്കിരി പൂക്കിരി തേന്മാവ് എന്ന് പറഞ്ഞാൽ വലിയ തേന്മാവ്. കാക്കിരി പൂക്കിരി മാങ്ങകൾ, ചെറുതും വലുതുമായ മാങ്ങകൾ. പിന്നെ കാക്കിരി പൂക്കിരി പിള്ളേർ, അതായത് പല പ്രായത്തിലുള്ള പിള്ളേർ. കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ, ചെറിയ കാറ്റും വലിയ കാറ്റും. അതാണ് കാക്കിരി പൂക്കിരി കാറ്റ്. കാക്കിരി പൂക്കിരി 4-5 മാങ്ങയാണ് അല്ലേ? അപ്പോൾ പഴുത്തതും പച്ചയുമായിട്ടുള്ള മാങ്ങകൾ, കാക്കിരി പൂക്കിരി മാങ്ങകൾ. കാക്കിരി പൂക്കിരി തേന്തുള്ളികളി നാവിനു സമ്മാനം. ആ മാങ്ങകളിലെ ഓരോ തേൻതുള്ളികളും. അങ്ങനെ നമുക്ക് ഓരോ സന്ദർഭത്തിനനുസരിച്ച് കാക്കിരി പൂക്കിരിയുടെ അർത്ഥം മാറി മാറി വരും.
ഇനി നമുക്ക് ഇതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലേ. താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലൂ. അതായത് ഒരു വരി ചെല്ലുമ്പോൾ നമ്മൾ 4 അടി അടിച്ച് അതേ താളത്തിൽ പോകണം നമ്മൾ കവിത ചൊല്ലാൻ. ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം? കാക്കിരി, പൂക്കിരി. ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ഉദ്ദേശിക്കാം അല്ലേ. അത് നിങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റു പല അർത്ഥങ്ങളും തോന്നുന്നുണ്ടെങ്കിൽ അത് പങ്കുവെക്കുക. എന്നിട്ട് കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കണം. ഈ കവിതയുടെ ചുറ്റും ഒരു ചിത്രവുമില്ല. അപ്പോൾ ഏതൊക്കെ ചിത്രങ്ങൾ നമുക്കിവിടെ ആകാം? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കവിതയ്ക്ക് യോജിച്ച ചിത്രം എങ്ങനെ വരയ്ക്കാം? വലിയൊരു തേന്മാവ് വരയ്ക്കാം അല്ലേ. അതിൻ്റെ മുകളിലത്തെ കൊമ്പിൽ തൂങ്ങുന്ന പഴുത്ത മാങ്ങകൾ വരയ്ക്കാം. പിന്നെ മാവിൻ്റെ അടിവശത്തായിട്ട് പല പ്രായത്തിലുള്ള കുട്ടികൾ മാങ്ങകളെ നോക്കി നിൽക്കുന്നത് വരയ്ക്കാം. ചാടി ആർത്തു വിളിക്കുന്നത് വരയ്ക്കാം. അതുപോലെ തന്നെ മാവിൻ്റെ കൊമ്പുകൾ കാറ്റിലാടുന്നത് വരയ്ക്കാം. പിന്നെ ആ മാവിൽ നിന്ന് മാങ്ങ താഴേക്ക് വീഴുന്നതായിട്ട് വരയ്ക്കാം. അതുപോലെ മാങ്ങയുടെ തേൻ നുകരുന്ന കുട്ടികളെ വരയ്ക്കാം. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണോ തോന്നിയത്? അപ്പോൾ നിങ്ങൾ നല്ലൊരു ചിത്രം വരച്ച് നിറം നൽകി മനോഹരമാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ കവിത എഴുതിയ കവിയെ ഒന്ന് പരിചയപ്പെടാം. രാമകൃഷ്ണൻ കുമരനല്ലൂർ ആണ് എഴുതിയിട്ടുള്ളത്. തൂവൽ എന്ന കൃതിയിലേതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. മലയാളത്തിലെ ബാലസാഹിത്യകാരനാണ്. ബാലസാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി കവിത എഴുതുന്ന അല്ലെങ്കിൽ കഥ എഴുതുന്ന ആളാണ്. പാലക്കാട് ജില്ലയിലെ കുമാരനല്ലൂരിൽ 1969 ജനിച്ചു. പൊന്നാനി AV ഹൈസ്കൂളിൽ മലയാളം അധ്യാപകനായി ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഈച്ചയും പൂച്ചയും എന്ന കഥാപുസ്തകത്തിനും തൂവൽ എന്ന കവിതാപുസ്തകത്തിനും കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൂവൽ എന്ന കവിതാപുസ്തകത്തിലെ ഒരു കുഞ്ഞു കവിതയാണ് ഈ ക്ലാസ്സിലിവിടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും കവിത മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ.